ചായ. അച്ഛമ്മയുടെ വാക്കിന്റെ ബലത്തിലാണല്ലോ നിരഞ്ജൻ ഇവിടെ കഴിയുന്നത്. അവർക്ക് മാത്രമല്ല, എനിക്ക് നിരഞ്ജൻ ഇവിടെ നിൽക്കുന്നതിൽ എതിർപ്പൊന്നുമില്ല. അതറിയാം. വിക്രമിനെ പേടിച്ച് അത് പറയുന്നില്ലെന്നേ ഉള്ളൂ അല്ലേ? അതെ, നിങ്ങൾ അനാഥാലയത്തില് ഒരുമിച്ച് വളർന്നു എന്നല്ലേ എന്നോട് പറഞ്ഞേ? അനാഥാലയത്തിൽ നിന്നും എപ്പോഴാ പുറത്തിറങ്ങിയേ? അതൊന്നും അറിഞ്ഞാ കൊള്ളാം. ഭർത്താവിന്റെ ബാല്യകാലം അറിയുന്നത് നല്ലതാണല്ലോ, കേൾക്കാനൊരു സുഖവും. ഒരുവിധം തണ്ടും തടിയൊക്കെ ആയപ്പോഴാ ഞങ്ങൾ അവിടെ നിന്ന് പടിയിറങ്ങിയത്. ഞങ്ങൾ ചെറിയ പണികളൊക്കെ ചെയ്തു കഴിഞ്ഞു. കടത്തിണ്ണയിൽ അന്തി ഉറങ്ങി. അത് കഴിഞ്ഞ് നിങ്ങൾ തമ്മിൽ എപ്പോഴാ പിരിഞ്ഞത്? പിരിയാൻ എന്താ കാരണം? വല്ല പണമിടപാട് സംബന്ധിച്ചോ മറ്റോ ആണോ പിരിഞ്ഞത്? ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇടപാടുമില്ല, പിണങ്ങിയിട്ടുമില്ല. അല്ല, എന്താ വർഷയോട് വല്ലതും പറഞ്ഞോ? നേരിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ബിസിനസ് രംഗത്ത് ഞാൻ ചക്രവർത്തിയാണെന്നും നിരഞ്ജൻ വെറും നോക്കുകുത്തി മാത്രമാണെന്നും എന്തോ ഒറ്റയ്ക്കിരുന്ന് പിറുവിറുക്കുന്നത് ഞാൻ കേട്ടു. അപ്പോഴാ എനിക്ക് സംശയം തോന്നിയേ നിങ്ങളേതോ ബിസിനസ്സിൽ പങ്കാളികളായിരുന്നു. പണത്തിന്റെ കാര്യത്തിലാണ് നിങ്ങൾ പിണങ്ങിയതെന്ന്. ഞങ്ങൾ തമ്മിൽ ഒരു ബിസിനസ് പങ്കാളിത്തവും ഇല്ലായിരുന്നു. പിന്നെ വിക്രമിന് എന്നോടുള്ള വെറുപ്പ്. അവനൊരു കോടീശ്വരനും ഞാൻ ഫോട്ടോക്കാലണയും ആയതുകൊണ്ടാ. നിരഞ്ജൻ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ കള്ളാ. നിങ്ങൾക്കെന്തോ ഒളിപ്പിക്കാനുണ്ട്. എനിക്കറിയേണ്ടത് സത്യമാ. ഒരിക്കൽ മിത്രമായിരുന്ന നിങ്ങൾ ശത്രുവാണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. പ്ലീസ്, അതാണ് എനിക്കറിയേണ്ടത്. നീ എവിടെയാ? ഞാൻ താഴെയുണ്ടേട്ടാ. ഞാൻ കുളി കഴിഞ്ഞിറങ്ങുന്നവരെ മുറിവിട്ടേക്കും പോകരുന്ന് പറഞ്ഞില്ലേ? ഞാൻ വരുന്നു. നമുക്ക് പിന്നെ സംസാരിക്കാം.